ലോർഡ്. നമുക്ക് ഒരുമിച്ച് വീണ്ടും ഈ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാനും ദൈവവചനം കേൾക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ അനുഭവിപ്പാനും നമുക്ക് കൂടി വരുവാൻ ദൈവം നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. എത്രയോ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൻ്റെ നേരെ ആഞ്ഞടിച്ചിട്ടും ഒരിടത്തും നമ്മൾ തകർന്നു പോകാതെ പരാജയപ്പെട്ടു പോകാതെ നിർത്തിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം, സ്തോത്രം. ഈ പകൽക്കാലവും പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ശക്തിയേറിയ ദൈവത്തിൻ്റെ ഇടപെടൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം, സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 59-ാമത്തെ വാക്യമാണ്. നമുക്കതൊന്ന് കേൾക്കാം. വേറൊരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞാറിയവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അതിന് കർത്താവ് അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന വിലയേറിയ സന്ദേശം ഇതാണ്. എല്ലാ കാര്യവും ശരിയാക്കിയിട്ട് ഞാൻ കർത്താവിൻ്റെ പദ്ധതിക്ക് വേണ്ടി നിന്നുകൊള്ളാം എന്ന് പറയുന്ന തീരുമാനം അല്ല നിങ്ങൾ എടുക്കേണ്ടത്. പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രതിസന്ധികളെല്ലാം അവിടെ നിൽക്കട്ടെ, നീ മുൻപോട്ട് പോകുക, നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. യേശു കർത്താവ് തൻ്റെ വിലയേറിയ ശുശ്രൂഷകൾക്ക് വേണ്ടി, തൻ്റെ ശിഷ്യത്വത്തിലേക്ക് നടത്തുവാൻ വേണ്ടി ഒരു വലിയ തിരഞ്ഞെടുപ്പ് നടത്തുന്ന ഭാഗമാണ് നമ്മൾ ഈ തിരുവചന ഭാഗത്തിൽ കാണുന്നത്. അവിടെ യേശു 3 വ്യക്തികളുമായിട്ട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ 58-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ആദ്യത്തെ ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ പറ്റും. ആ പാരഗ്രാഫ് മുഴുവൻ ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കും. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. അത് യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും. അതിൻ്റെ മേളത്തെ വാക്യം തൊട്ട് വായിച്ചു. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതികൾക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട് എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. ഇവിടെ 3 വ്യക്തികളെ ദൈവരാജ്യ വേല സംബന്ധമായി, ശുശ്രൂഷകൾ സംബന്ധമായി, ശിഷ്യത്വം സംബന്ധമായി കാണുവാൻ കഴിയുന്നു. അതിനകത്ത് ആദ്യത്തെ ഒരു വ്യക്തി ഇങ്ങോട്ട് വന്ന് പറയുകയാണ്, കർത്താവേ, നീ എവിടെ പോയാലും, ഗുരുവേ, നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വരാം, നീ പറയുന്നൊക്കെ ചെയ്യാം. സ്തോത്രം. അവിടെ കർത്താവ് അവനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. കർത്താവിനോട് പറയുന്നു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവകൾക്ക് കൂടുമുണ്ട്, എന്നാൽ മനുഷ്യപുത്രന് തലചായ്ക്കുവാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞ് അവനെ നിരുത്സാഹപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ വേറൊരുവനോട് കർത്താവ് നേരിട്ട് പറയുകയാണ്, നീ എൻ്റെ പുറകെ വരിക. അപ്പോഴാണ് അവൻ പറഞ്ഞത്, എൻ്റെ പിതാവിനെ കുഴിച്ചിട്ടിട്ട് വന്ന് ഞാൻ നിന്നെ അനുഗമിക്കാം. അവിടെയാണ് കർത്താവ് പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി സുവിശേഷം പ്രസംഗിക്കാം. അപ്പോൾ മറ്റൊരുവൻ വന്നിട്ട് പറയുന്നു, കർത്താവേ, ഞാൻ വരാം, ഉറപ്പായിട്ടും നിൻ്റെ പുറകെ വരാം, പക്ഷെ എൻ്റെ വീട്ടിൽ പോയൊരു അനുവാദം എനിക്ക് ചോദിക്കേണ്ടിയിരിക്കുന്നു. അതിന് കർത്താവ് പറയുന്ന മറുപടിയാണ്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം അത് പിന്തിരിയുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ, അവന് കൊള്ളാത്തവനാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും പങ്കുവെക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിന് ഒരു സെന്റൻസ് മാത്രം, അതിൻ്റെ 59-ാമത്തെ വാക്യമാണ് നമ്മൾ ആദ്യം കുറിവാക്യമായിട്ട് വായിച്ചത്. അതാണ് നിങ്ങളുമായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. അത് ഇത്രയും ഈ കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുന്നത്. ആദ്യം വരുന്ന വ്യക്തി, അവനെ കർത്താവ് നിരുത്സാഹപ്പെടുത്തുകയാണ്.
അതിൻ്റെ അർത്ഥം വിളിയില്ലാത്തവനെ ദൈവവേലയ്ക്ക് പ്രോത്സാഹിപ്പിക്കരുത്. ആമേൻ. എന്നാൽ വിളിയുള്ളവനെ എത്ര പ്രതിസന്ധിയാണെങ്കിലും അവനെ പ്രശ്നങ്ങളകത്ത് കിടക്കാൻ അനുവദിക്കരുത്. അവനെ പ്രോത്സാഹിപ്പിച്ച് അവൻ്റെ വിളിയിലേക്ക് കൊണ്ടുവരണം. ആമേൻ. സ്തോത്രം. ചിലർക്ക് കർത്താവിൻ്റെ രാജ്യത്തെ വേല ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. പക്ഷെ കർത്താവ് അവരെ വിളിച്ചിട്ടില്ലായിരിക്കാം, അവർ തിരഞ്ഞെടുത്തിട്ടില്ലായിരിക്കാം. വിളിയില്ലാത്തൊരു വ്യക്തിയെ, തിരഞ്ഞെടുപ്പില്ലാത്തൊരു വ്യക്തിയെ കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക്, സുവിശേഷം പറയുവാനല്ല, എന്തെങ്കിലും പ്രത്യേക ഓഫീസുകളിലേക്ക്, സ്തോത്ര, അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ എന്നീ ഓഫീസുകളിലേക്ക് അദ്ദേഹം വന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരിക്കലും ശോഭിപ്പാൻ കഴിയത്തില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മേലുള്ള നിയോഗം അതല്ല. ആമേൻ. എന്നാൽ വിളിയുള്ളൊരു വ്യക്തിക്ക് പ്രശ്നങ്ങളുണ്ടാകാം, പ്രതിസന്ധികളുണ്ടാകാം. പക്ഷേ ആ പ്രശ്നങ്ങളുടെ അകത്തും പ്രതിസന്ധികൾക്കകത്തും ആമേൻ കിടന്ന് അവൻ്റെ വിളിയെ അവൻ കളയരുത്. നീ നിന്റെ പ്രശ്നങ്ങളെ നോക്കരുത്, നിന്നെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശത്തിലേക്ക് നീങ്ങണമെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. ഉറപ്പായിട്ടും ആമേൻ നിങ്ങൾക്ക് ഒരു വലിയ വിളിയുണ്ട്. പക്ഷേ അത് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇറങ്ങാൻ കഴിയുന്നില്ല. സ്തോത്രം. ആ കാര്യം ശരിയാക്കിയിട്ട് വരാം, ഈ കാര്യം ശരിയാക്കിയിട്ട് വരാം, ഇന്ന പ്രശ്നം പരിഹരിച്ചിട്ട് വരാം എന്ന് പറയും തോറും നിങ്ങളുടെ ആയുസ് നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുന്നു. ലാസ്റ്റ് എല്ലാ വിഷയം പരിഹരിക്കപ്പെടുമ്പോൾ സ്തോത്രം നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിയാത്തൊരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തും. അങ്ങനെ ഒരു ട്രാജഡി, അങ്ങനത്തെ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വരാതിരിക്കാൻ കർത്താവ് ഇന്ന് പകൽ ഈ രാത്രിയിൽ നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു, പ്രശ്നങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ, പ്രതിസന്ധികൾ അവിടെ നിൽക്കട്ടെന്നേ, പ്രതികൂലങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ, തകർച്ചകൾ അവിടെ നിൽക്കട്ടെന്നേ, പരാജയങ്ങൾ അവിടെ നിൽക്കട്ടെന്നേ. നീ പരാജയങ്ങളിലേക്കും പ്രതിസന്ധികളിലേക്കും പ്രശ്നങ്ങളിലേക്കും കടബാധ്യതകളിലേക്കും രോഗ പ്രതിസന്ധികളിലേക്കും നീ നോക്കാതെ ദൈവം നിന്നെ എന്തിനു വിളിച്ചോ, ദൈവം നിന്നെ എന്തിനെ തിരഞ്ഞെടുത്തോ, നിന്നെ എന്തിനു വേണ്ടി കർത്താവ് കണ്ടോ അതിനുവേണ്ടി നീ ഇറങ്ങിത്തിരിക്കുക. നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ വഴിയിൽ വെച്ച് കുറവുകൾ തീർക്കുന്ന ഒരു ദൈവം നിന്റെ ദൈവമാണ്. ഈ വഴി യാത്രയിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിരിക്കും. In the mighty name of Jesus. Hallelujah. എല്ലാം ശരിയാക്കിയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഇന്ന് നിനക്കൊരു വിളിയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നിന്നെ അലട്ടുന്നത് ചില പ്രതിസന്ധികളാണ്. നീ അത് പരിഹരിച്ചിട്ട് ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഇറങ്ങാമെന്നാണ് പറയുന്നത്. പക്ഷേ ആമേൻ, ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം വരും, മറ്റൊരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രശ്നം വരും. അങ്ങനെ നീ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിന്നിലൂടെ വിടുവിക്കപ്പെടേണ്ടവർ, നിന്നിലൂടെ സൗഖ്യമാകേണ്ടവർ, നിന്നിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവർ, നിന്നിലൂടെ ദൈവത്തെ കാണപ്പെടേണ്ട പലരും അവരുടെ സമയങ്ങൾ വേസ്റ്റ് ആകുകയാണ്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, പ്രശ്നങ്ങളൊക്കെ നിൽക്കട്ടെ, പ്രതിസന്ധികളൊക്കെ അവിടെ നിൽക്കട്ടെ. നീ അതിലേക്ക് കണ്ണ് വെക്കാതെ നിന്റെ വിളിയിലേക്ക് നീ കണ്ണുകൾ വെക്കുക. ആമേൻ. പത്രോസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പത്രോസ് അങ്ങനെയാണ്, വേറെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. വിളിച്ചോ അവൻ ഇറങ്ങിയിരിക്കും, വിളിച്ചോ അവൻ അന്നേരം ഇറങ്ങിയിരിക്കും. അവൻ അതിന് മുമ്പോട്ടും ചിന്തിക്കത്തില്ല, പുറകോട്ടും ചിന്തിക്കത്തില്ല, എന്ത് സംഭവിക്കുമെന്ന് ചിന്തിക്കത്തില്ല, ഇങ്ങനെ പോയാൽ എന്തായി തീരുമെന്ന് അവൻ ചിന്തിക്കത്തില്ല. അവൻ ഒറ്റ കാര്യമാണ്, എന്നെ കർത്താവ് വിളിച്ചു, ഞാൻ പുറകെയാണ്. ആമേൻ. ശൂന്യമായ പടകിനെ മുഴുവൻ നിറച്ച ശേഷം, സ്തോത്രം, ആമേൻ, അവൻ്റെയും കൂടെയുള്ളവരുടെയും പടകിനെ മുഴുവൻ നിറച്ച ശേഷം യേശു കർത്താവ് അവനോട് പറയുന്നുണ്ട്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അവിടെ അടുത്ത വാക്ക് ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, അവൻ പടകും വലയും വിട്ട് യേശുവിൻ്റെ പുറകെ പോയി. ഹല്ലേലൂയ. പിടിച്ച മീൻ പോലും കൊടുക്കാൻ അവൻ നിന്നില്ലല്ലോ. പ്രൈസ് ഗാഡ്. നേടിയ നന്മ പോലും അനുഭവിക്കാൻ അവൻ നിന്നില്ലല്ലോ. അവൻ ആ യേശുവിൻ്റെ പുറകെ പോയി. ഹല്ലേലൂയ. ആ യാത്രയിൽ അവൻ ഇങ്ങനെ പുറകെ പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സംശയമൊക്കെ വന്നിട്ടുണ്ട്. ഒരിക്കൽ യേശുവിനോട് ചോദിച്ചു, സകലവും വിട്ട് ഞാൻ നിന്നെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും? ഒരിക്കലൊരു സംശയം വരുന്നവൻ്റെ, ആമേ, നിന്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണല്ലോ, സകലവും വിട്ട് ആമേ നിന്നെ അനുഗമിച്ചിട്ട് എന്ത് കിട്ടും?
അവിടെയാണ് കർത്താവ് ഒരു ഉപമ പറയുന്നത്. മുന്തിരിത്തോട്ടത്തിൽ ആമേൻ കൂലി പറഞ്ഞ് വേലയ്ക്ക് വന്നവരെ കുറിച്ച് കാണുന്നത് 9 മണി നേരത്തും 10 മണി നേരത്തുമൊക്കെ കൂലി പറഞ്ഞ് ജോലിക്ക് വന്ന ഒരു മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് കാണാൻ പറ്റും. എന്നാൽ 11 മണി നേരത്തെ യജമാനൻ ചെന്ന് നിൽക്കുമ്പോൾ കൂലിയൊന്നും പറയാനില്ല, സമയം മൊത്തം നഷ്ടമായി. അവരോട് ചോദിച്ചു, എന്താ ഇങ്ങനെ മെനക്കെട്ട് നിൽക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആരും വിളിച്ചിട്ടില്ല. ഉടനെ യജമാനൻ പറഞ്ഞു, സ്തോത്രം, വാ എൻ്റെ കൂടെ വാ, ആമേൻ, ന്യായമായത് തരാം. അവരൊന്നും പറഞ്ഞ ഒത്തിട്ടല്ല വന്നത്, ഒരു വിളിയുടെ പുറകെ പോയി. എന്നാൽ സ്തോത്രം, വൈകുന്നേരം എല്ലാവർക്കും കൂലി കൊടുത്തപ്പോൾ ആദ്യം വന്നവനും ലഭിച്ചതുപോലെ തന്നെ ഏറ്റവും അവസാനം വന്നവനും ലഭിച്ചു. ഹല്ലേലൂയ. അതിന് കാരണം എന്താണ്? ഒരു ഡിമാൻഡുകളും വെക്കാതാണ് അവർ വന്നത്. യേശു പത്രോസിനോട് പറയുന്ന കാര്യമാണ്, ഈ ഉപമകളോട് പറയുകയാണ്, നീ ഒരു ഡിമാൻഡും വെച്ച് എൻ്റെ കൂടെ വരണ്ട, പക്ഷേ അവസാനം നിന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ മറ്റെല്ലാവരെക്കാളും കൂടുതൽ നിന്റെ അക്കൗണ്ടിലായിരിക്കും. ഇതൊരു ദൂതായിട്ട് പരിശുദ്ധാത്മാ പറയുകയാണ്. സ്തോത്രം, പല ഡിമാൻഡുകൾ വെച്ച്, പല സാധ്യതകൾ വെച്ച് ജീവിതം നയിക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ അവസാനം അക്കൗണ്ട് നോക്കുമ്പോൾ നിനക്കായിരിക്കും ലാഭം കേട്ടോ, നിനക്കായിരിക്കും ലാഭം കേട്ടോ. ഇന്ന് പരിശുദ്ധാത്മാവ് ചില നഷ്ടങ്ങൾ നിൽക്കുന്നവരെ ലാഭത്തിലേക്ക് തിരിക്കുവാൻ പോകുകയാണ്. തകർച്ചകൾ കിടക്കുന്നവരെ ദൈവം വലിയൊരു ഉന്നമനത്തിലേക്ക് എത്തിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. നല്ല കർത്താവ് ഇവിടെ ഉണ്ട്. In the mighty name of Jesus. പത്രോസിന് ആമേൻ ഇടയിൽ വന്നു എന്ത് കിട്ടുമെന്നൊരു ചോദ്യം. പക്ഷേ അവൻ വിളിയിൽ തന്നെ നിന്ന് ഒരിക്കൽ തൻ്റെ ജീവിതത്തിൽ വലിയൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. യേശു ആമേൻ അവൻ പടകിലിരിക്കുമ്പോൾ കടലിൻ്റെ മീതെ യേശു നടന്നു വരുന്ന കണ്ടപ്പം, സ്തോത്രം, നീ ആകുന്നോ, ഞാനും വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ വരാൻ പറഞ്ഞപ്പം ആഴി നോക്കിയില്ല, അവൻ ആഴത്തെ നോക്കിയില്ല, അലറുന്ന തിരമാലകളെ നോക്കിയില്ല. അവൻ യേശുവിൻ്റെ കണ്ണിൽ നോക്കി ആ പ്രതിസന്ധിയുടെ നടുവിൽ നടക്കാൻ തുടങ്ങി. സ്തോത്രം, അവൻ കാറ്റിനെ അല്ല നോക്കിയത്, കടലിനെ അല്ല നോക്കിയത്, തിരമാലയല്ലേ നോക്കിയത്, യേശുവിൻ്റെ കണ്ണെ തന്നെ നോക്കി. യേശുവിൻ്റെ കണ്ണെ നോക്കി അവൻ തുടരുമ്പോൾ അനേകരെ മുക്കിക്കളഞ്ഞ, അനേകരെ തകർത്ത് കളഞ്ഞ, അനേക കപ്പലുകളെ ഇല്ലായ്മ ചെയ്ത ആ വലിയ കടലിലൂടെ അവൻ കാലുകൾ ഉറച്ച് അവൻ മുൻപോട്ട് നീങ്ങി. കാരണം വിളിച്ചവൻ്റെ പുറകെയാണ്. ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, നീ നിൽക്കുന്നത് വലിയ പ്രതിസന്ധിയിലായിരിക്കാം, വലിയ പ്രശ്നങ്ങളിലായിരിക്കാം, വലിയ പ്രതികൂലങ്ങളിലായിരിക്കാം. പക്ഷെ നീ വിളിച്ചവൻ്റെ പുറകെ പൊക്കോ, നീ തകരുകയില്ല. സ്തോത്രം. ഇന്ന് കർത്താവ് പറയുന്നു, നീ വിളിയുടെ പുറകെ പോകുക. ഹല്ലേലൂയ. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട് ഒന്നും ചെയ്യാൻ നീ നിൽക്കണ്ട, മുൻപോട്ട് പോകുക. ഇന്ന് ആ യൗവനക്കാരനോട് കർത്താവ് പറഞ്ഞ കാര്യം തന്നെ നിന്നോട് പറയുകയാണ്. സ്തോത്രം, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. സ്തോത്രം. പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ട്, കുടുംബത്തിലെ കാര്യങ്ങളെല്ലാം ഓർഡർ ചെയ്തിട്ട്, ആമേൻ, കടബാധ്യത എല്ലാം തീർത്തിട്ട്, എല്ലാം സെറ്റിൽ ചെയ്തിട്ട് നീ ചെയ്യാമെന്ന് നിൽക്കണ്ട, പോകുക. സ്തോത്രം. ഒരിക്കൽ കൂടി ഞാൻ വചനം ആവർത്തിക്കുന്നു, ഈ വഴിയാത്രയിൽ നിന്റെ കുറവുകൾ തീരപ്പെട്ടിരിക്കും. ഒന്നിനും നിനക്ക് കുഴപ്പം വരത്തില്ല. നീ മാറിയത് കൊണ്ട് ഒരു പ്രശ്നവും നടക്കത്തില്ല, നേരിടത്തില്ല. എല്ലായിടത്തും നിനക്ക് യേശു ക്രിസ്തു മുഖാന്തരം നിനക്ക് ജയമുണ്ട്. നിങ്ങളായിരിക്കുന്നിടത്ത് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഒരു ദൂതിതാണ്, പ്രശ്നങ്ങളെ നോക്കണ്ട, വിളിയെ നോക്കുക. നീ വിളിയിലേക്ക് പോകുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മറ്റൊരു വചനം കൂടെ കർത്താവിനെ ഓർപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം. അതും ഇതുപോലെ ഒരു കാര്യമാണ്. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. മോനെ, അതിൻ്റെ ഒരു വാക്യൂടെ മേളിലോട്ട് ചേർത്ത് വായിച്ചു. പിന്നെ അവൻ അവരോട് പറഞ്ഞത്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ട് എന്നിരിക്കട്ടെ. അവൻ അർദ്ധരാത്രിക്ക് അവൻ്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എൻ്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എൻ്റെ അടുക്കൽ വന്നു. അവന് വിളമ്പിക്കൊടുപ്പാൻ എൻ്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞാൽ, എന്നെ പ്രയാസപ്പെടുത്തരുത്, കതക് അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും, അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കുകയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്ക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. ഈ വചനത്തിലൂടെ
ഒരു സാധാരണ കാര്യം പരിശുദ്ധാത്മ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇത്രയുള്ളതിന്റെ ചരിത്രം. ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വീട്ടിൽ അപ്പമൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ഒരു സ്നേഹിതൻ രാത്രി വരികയാണ്. അവിടെ വിശ്രമിക്കുകയാണ്. ആ സ്നേഹിതന് കൊടുക്കാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ അപ്പമില്ല, ഭക്ഷണമില്ല. പക്ഷേ ഈ മനുഷ്യന് അപ്പമുള്ള ഒരു സ്നേഹിതനെ അറിയാം. ആമേൻ. അപ്പമുള്ളൊരു സ്നേഹിതനെ അറിയാം. ആ സ്നേഹിതനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ആ സ്നേഹിതനെ ഏത് അർദ്ധരാത്രിയിലും ചെന്ന് കണ്ടെത്താവുന്ന നിലയിലുള്ളൊരു ബന്ധം ഈ മകനുണ്ട്. ആമേൻ. അതാണ് ഈ ഉപമ പരിശുദ്ധാത്മ നമ്മോട് കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ്: ഈ മനുഷ്യൻ്റെ കയ്യിൽ അപ്പമില്ല, എങ്കിലും അപ്പമുള്ളവനെ അറിയാം. ആമേൻ. നിന്റെ വിഷയത്തിന് വിടുതലില്ലായിരിക്കാം, പക്ഷെ നിനക്ക് വിടുവിക്കുന്നവനെ അറിയാമോ? നിനക്ക് ചിലപ്പോൾ രോഗമായിരിക്കാം, പക്ഷെ രോഗത്തെ സൗഖ്യമാക്കുന്നവനെ നിനക്കറിയാമോ? നിനക്ക് ചിലപ്പോൾ കടമായിരിക്കാം, പക്ഷെ കടം മാറ്റുന്നവനെ നിനക്കറിയാമോ? നിനക്ക് ചിലപ്പോൾ തകർച്ചയായിരിക്കാം, പക്ഷെ തകർച്ചകളെ മാറ്റുന്നവനെ നിനക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. അപ്പമില്ലാത്തവന്റെ വീട്ടിൽ രാത്രിയിൽ ഒരു സ്നേഹിതൻ വരുമ്പോൾ, എനിക്കും ഒന്നുമില്ല, നിനക്കും ഒന്നുമില്ല, നമ്മൾ ഇങ്ങനെ ജീവിച്ച് തീർക്കുകയുള്ളൂ എന്നൊന്നുമല്ല ആ മനുഷ്യൻ പറഞ്ഞത്. താങ്കൾ ഇവിടെ ഇരിക്ക്, താങ്കൾ ഇവിടെ റെസ്റ്റ് എടുക്ക്, എനിക്ക് അപ്പമുള്ള ഒരുവനെ അറിയാം, അവൻ തരും. നിങ്ങൾക്ക് വിടുതലില്ലെങ്കിലും ഒരു വിടുതലിന് വേണ്ടി വരുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തരുത്. നിങ്ങളുടെ ചില വിഷയങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും, ആമേൻ, പ്രശ്നങ്ങളാൽ നിങ്ങളെ അഭിമുഖീകരിക്കുന്ന വ്യക്തികളെ നിങ്ങൾ നിരാശപ്പെടുത്തരുത്. സ്തോത്രം. ചിലപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കും. ഇതൊരു ദൈവരാജ്യമാണ്. ഇതിനകത്തൊരു ചില ദൈവിക പ്രിൻസിപ്പിളുണ്ട്. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നതുപോലെ ചില സമയങ്ങളിലെല്ലാം ഇതേ കാര്യങ്ങൾ ദൈവം ചെയ്യാറുണ്ട്. നിങ്ങളുടെ വിടുതൽ മറ്റു ചിലരുടെ വിടുതലുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചില ഉയർച്ചകൾ മറ്റു ചിലരുടെ ഉയർച്ചകളുമായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ ചില അനുഗ്രഹങ്ങൾ മറ്റു ചിലരുടെ അനുഗ്രഹങ്ങളുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടിയും വിടുതലിന് വേണ്ടിയും ജയത്തിന് വേണ്ടിയും നിങ്ങൾ ഇടിവിൽ നിൽക്കുമ്പോൾ അതുവഴി നിങ്ങളും അനുഗ്രഹത്തിലേക്കും ഉയർച്ചകളിലേക്കും മാന്യതയിലേക്കും തിരിക്കുന്ന ഒരു ദൈവീകമായ ഇടപെടലുകളുണ്ട്. In the mighty name of Jesus. അപ്പമില്ലാത്തവന്റെ അടുക്കൽ അർദ്ധരാത്രിയിൽ വിശന്നു വരുന്ന സ്നേഹിതനെ നിരാശപ്പെടുത്തുന്നില്ലവൻ. എൻ്റെ വീട്ടിലില്ലെങ്കിലും ഉള്ളവനെ എനിക്കറിയാം, എൻ്റെ കയ്യിലില്ലെങ്കിലും ഉള്ളവനെ എനിക്കറിയാം. നീ റെസ്റ്റ് എടുക്ക്, ഞാൻ പോയി മേടിച്ചു കൊണ്ടുവരാം. ഹല്ലേലൂയ. ഇന്ന് ഇതിനകത്തിരിക്കുന്ന പലരോടും പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ പറയുന്നു, നിന്റെ ജീവിതത്തിൽ ചില കുറവുകൾ ഉണ്ടെന്നോർത്തോ, ചില ബലഹീനതകൾ ഉണ്ടെന്നോർത്തോ, ആമേൻ, സ്തോത്രം, നീ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും നീ ആരാധിക്കുന്നത് കൊണ്ടും നീ ഇടിവിൽ നിൽക്കുന്നത് കൊണ്ടും മറ്റുള്ളവർക്ക് വിടുതൽ കിട്ടത്തില്ലെന്നുള്ള ചിന്ത തെറ്റാണ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാലും വിടുവിക്കപ്പെടും. നീ പ്രാർത്ഥിച്ചാലും അത്ഭുതങ്ങൾ നടക്കും. നീ പ്രാർത്ഥിച്ചാലും വഴികൾ തുറക്കും. നീ പ്രാർത്ഥിച്ചാലും അനേകരുടെ ജീവിതത്തിൽ ഉയർച്ചകൾ സംഭവിക്കും. അവർ ഉയരുന്നത് കൂടെ നീയും ഉയർച്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പമില്ലാത്തവന്റെ അടുക്കൽ അപ്പത്തിന് വേണ്ടി വരുമ്പോൾ അപ്പമുള്ളവന്റെ അടുക്കൽ ചെന്ന് അപ്പവുമായി തിരിച്ചു വരുന്ന ഒരു സ്നേഹിതൻ. എന്നാൽ ഇവിടെ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഈ അർദ്ധരാത്രിയിൽ ആ സ്നേഹിതന്റെ വീട്ടിലേക്ക് ചെന്ന് മുട്ടണമെങ്കിൽ അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അവൻ ആ സ്നേഹിതനുമായി നല്ല ബന്ധത്തിലാണ്. ഇവിടെ ഈ സ്നേഹിതനെ ആയി പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാ, യേശുക്രിസ്തുവിനെ കുറിച്ചാ.
സ്നേഹസ്വരൂപനായ പിതാവിനെ കുറിച്ചാണ്. ആ സ്നേഹിതനുമായി നല്ലൊരു ബന്ധം, സ്നേഹിതൻ എന്നാ പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ദൈവമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? അവൻ ഇന്നും സ്നേഹിതനാണോ? ഹല്ലേലൂയ. ഓ, ഇത്ര നല്ലവനാ പ്രിയനേ, ഇതരയിൽ രുചി ചറിവാ, ഇടയായതിനായി ഒടുവിൽ വരെയും ഇനി എനിക്കെന്നും താൻ മതിയാ. ഇരുൾ തിങ്ങിടും പാതകളിൽ, കരൾ വിങ്ങിടും വേളകളിൽ, അരുകിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. അരുകിൽ വരുവാൻ കൃപകൾ തരുവാൻ ആരുമില്ലിതുപോലൊരുവൻ. എനിക്കൊരു സ്നേഹിതനുണ്ട്, എനിക്കൊരു സ്നേഹിതനുണ്ട്. എന്റെ ഭാരം വഹിക്കുന്നവൻ, യേശു. എന്നെ നന്നായി അറിയുന്നവൻ, യേശു. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ സ്നേഹിതൻ, യേശു എന്റെ സ്നേഹിതൻ, യേശു. യേശു എന്റെ സ്നേഹിതൻ, എന്റെ സ്നേഹിതൻ, യേശു, യേശു, യേശു എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശുവേ സുഖമുള്ള കാലം, ഓ കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ, യേശു. എന്നെ നന്നായി അറിയുന്നവൻ, ഓ യേശു. ഓ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു എൻ സ്നേഹിതൻ, യേശു. ഓ, എന്റെ സ്നേഹിതൻ, ഓ, യേശു. ഓ, എന്റെ പ്രാണപ്രിയൻ,
മാത്രം മതി. യേശുവേ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഓ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഇന്ന് ഈ രാത്രിയില് ഈ സ്നേഹിതനുമായൊരു ബന്ധം നിനക്കുണ്ടെങ്കിൽ നീ വിജയിച്ചു. ആമേൻ. അർദ്ധരാത്രിയിലും കയറി ചെല്ലാവുന്ന നിലകളിലുള്ള ഒരു ബന്ധം. എത്ര പേർ ഈ ബന്ധത്തെ സൂക്ഷിക്കുന്നു? നിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മുതലെന്ന് പറയുന്നത് ഈ ബന്ധമാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആസ്തി എന്ന് പറയുന്നത് ഈ ബന്ധമാണ്. അർദ്ധരാത്രിയില് സ്നേഹിതന്റെ അടുക്കിലേക്ക് ചെല്ലുക. അപ്പോൾ ഒന്നവന് ഏത് സമയത്തും ഈ സ്നേഹിതന്റെ അടുക്കൽ ചെല്ലാമെന്നൊരു വലിയ അറിവ് അവനുണ്ട്. ആമേൻ. 2, ചോദിച്ചാൽ അവൻ തരും. ചോദിച്ചാൽ അവൻ തരും എന്നൊരു അറിവുമുണ്ട്. നിന്റെ സ്നേഹിതനെ കുറിച്ച് ഇങ്ങനത്തെ ഒരു ബന്ധവും നിനക്കുണ്ടായിരിക്കണം. ഇങ്ങനത്തെ ഒരു അറിവുണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിലെ ഏത് സമയത്തും ചെല്ലാം, ഏത് സമയത്തും ചെല്ലാം. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വച്ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ. പെറ്റ തള്ളതൻ കുഞ്ഞിനെ മറന്നീടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതി. എൻ്റെ അല്ലലഹിലവും തീർത്തിയിടും ഞാൻ, നോക്കി പാർത്തിയിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വയ്ക്കുവാൻ നല്ല സങ്കേതം യേശുവാണ്. പെറ്റ തള്ള തൻ കുഞ്ഞിനെ മറന്നിടിലും അവൻ മാറ്റം ഭവിക്കാത്തവൻ. എത്ര നല്ല ദൈവമല്ലേ! ഈ സ്നേഹിതന്റെ കയ്യിൽ അപ്പമില്ല, പക്ഷെ അവനൊരു സ്നേഹിതനെ അറിയാം. അതെ, നിനക്കൊത്തിരി പ്രശ്നമുണ്ട്, പക്ഷെ പ്രശ്നം പരിഹരിക്കുന്നവനെ നിനക്കറിയാമല്ലോ. നിനക്കൊത്തിരി വീഴ്ചകളുണ്ട്, പക്ഷെ നിന്റെ വീഴ്ചകളെ പരിഹരിക്കുന്നവന് നിനക്കറിയാമല്ലോ. നിനക്കൊത്തിരി തകർച്ചയുണ്ട്, പക്ഷെ തകർച്ചകളെ പരിഹരിക്കുന്നവനെ നിനക്കറിയാമല്ലോ. നിനക്കൊത്തിരി രോഗമുണ്ട്, രോഗം മാറ്റുന്നവനെ നിനക്കറിയാമല്ലോ. നിനക്കൊത്തിരി കടമുണ്ട്, കടം മാറ്റുന്നവനെ നിനക്കറിയാമല്ലോ. ധൈര്യമായിരിക്കുക സഹോദരി, ധൈര്യമായിരിക്കുക സഹോദര. കർത്താവിനെ നിനക്കറിയാമല്ലോ. ആമേൻ. കർത്താവിനെ നിനക്കറിയാമല്ലോ. കർത്താവിനെ നിനക്കറിയാമല്ലോ. അവന്റെ അർദ്ധരാത്രിയിൽ ചെന്ന് മുട്ടി പറഞ്ഞു, കാര്യം പറഞ്ഞു. അകത്തുനിന്ന് വിളി വന്നു, എൻ്റെ വീട്ടിലൊരു സ്നേഹിതൻ വന്നു, അവന് കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ അപ്പമില്ല, 3 അപ്പം തരണം. 3 അപ്പം തരണം. ഹല്ലേലൂയ. ഉടനെ അകത്തുനിന്നൊരു ശബ്ദം, കഥ അടച്ചിരിക്കുകയാണ്, കുഞ്ഞുങ്ങളും എൻ്റെ കൂടെ കിടന്നുറങ്ങുകയാണ്, ഇപ്പോൾ എഴുന്നേറ്റ് തരാൻ എനിക്ക് കഴിയത്തില്ല. നീ ചില നെഗറ്റീവുകൾ കേട്ട് പുറകോട്ട് പോകരുത് കേട്ടോ. ചില അടഞ്ഞ വാതിലുകൾ കണ്ട് നീ നിരാശപ്പെടരുത് കേട്ടോ. 2 വാക്ക് ഞാൻ പരിശുദ്ധാത്മാവിൽ ഈ സന്ദേശത്തിലൂടെ നിങ്ങൾക്ക് വേണ്ടി തരികയാണ്. ചില നെഗറ്റീവായ ആൻസറുകൾ നീ ചിലയിടത്ത് നിന്ന് മുട്ടിയപ്പോൾ കേട്ടു. അതുകൊണ്ട് നീ നിന്റെ ജീവിതത്തെ അളക്കരുത്, മടുക്കരുത്. സ്തോത്രം. 2, അടഞ്ഞ ചില വാതിലുകൾ കണ്ട് നീ ക്ഷീണിക്കരുത്. തിരുവചനം പറയുന്നത് അടഞ്ഞ വാതിലുകൾ ഒരു സാധ്യതയാണെന്നാണ്. മുട്ടുവീൻ, തുറക്കപ്പെടും.
മുട്ടുവീൻ. അടഞ്ഞ വാതിലാണോ? അത് മുട്ടാനുള്ളതാണ്. തുറന്ന വാതിലാണോ? നിനക്ക് യാത്ര ചെയ്യാനുള്ളതാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില നെഗറ്റീവ് സ്പിരിറ്റുകൾ മാറിപ്പോകട്ടെ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില അസാധ്യത എന്ന് നീ പറഞ്ഞിരിക്കുന്ന ചില വാതിലുകൾ നിനക്ക് തുറക്കപ്പെടട്ടെ. അടഞ്ഞ വാതിലുകളും അകത്തുനിന്ന് കേട്ട നെഗറ്റീവുകളും ഈ മകനെ തളർത്തിയില്ല. കാരണം സ്നേഹിതനെ കുറിച്ചുള്ള അറിവ് അവന്റെ അകത്ത് വലുതായിരുന്നു. യേശുവിന്റെ നാമത്തിൽ ചില നെഗറ്റീവുകളും അടഞ്ഞ വാതിലുകളും, ഹല്ലേലൂയ, സ്തോത്രം, അതിന്റെ നടുവിൽ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നിന്റെ സ്നേഹിതൻ ആരാണെന്നുള്ളൊരു ബോധ്യം, ഹല്ലേലൂയ, നിന്റെ സ്നേഹിതൻ ആരാണെന്നുള്ളൊരു ബോധ്യം നിനക്കുണ്ടായിരിക്കണം. അവനെ കുറിച്ചൊരു ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഒരു നെഗറ്റീവുകളും, ഹല്ലേലൂയ, ഒരു അടഞ്ഞ വഴികളും നിന്നെ തടഞ്ഞു നിർത്തത്തില്ല. മറിച്ച് നീ അവിടെ തുടരും. യേശുവിനെ അറിയാമോ? നിനക്ക് ചങ്കകീർത്തന്ന യേശുവിനെ അറിയാമോ? അവസാനത്തുള്ളി രക്തവും ഊറ്റിത്തന്ന യേശുവിനെ അറിയാമോ? ഹോവും നിനക്ക് വേണ്ടി ഊറ്റിത്തന്ന കർത്താവിനെ അറിയാമോ? സ്നേഹിക്കുന്ന യേശുവിനെ നിനക്കറിയാമോ? പിതാവിൻ്റെ മടിയിൽ നിന്ന് ഇറങ്ങി നിന്നെ രക്ഷിപ്പാൻ വന്ന യേശുവിനെ അറിയാമോ? 33.5 വർഷം ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച യേശുവിനെ നിനക്കറിയാമോ? ഹല്ലേലൂയ. നിനക്ക് വേണ്ടി മാത്രം പാപിയായിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ച, ദ്രോഹിയായിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ച, ശത്രുവായിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ച, അധർമ്മിയായിരുന്നപ്പോൾ, ബലഹീനനായിരുന്നപ്പോൾ നിന്നെ സ്നേഹിച്ച യേശുവിനെ നിനക്കറിയാമോ? അവനെ അറിയാമെങ്കിൽ ഒരടഞ്ഞ വഴിയും ഒരടഞ്ഞ വാതിലും ഒരു നെഗറ്റീവും നിന്നെ പുറകോട്ട് വലിക്കത്തില്ല. നീ അവിടെ തുടരുക. ഹല്ലേലൂയ. നീ അവിടെ തുടരുക. പരിശുദ്ധാത്മ പറയുന്നു, ഈ വചനത്തിലൂടെ പറയുന്നു, ചില വിഷയങ്ങൾ നടക്കത്തില്ല, ഇനി ലഭിക്കത്തില്ല, ദൈവത്തിന് പോലും ലഭ്യമാകത്തില്ല എന്ന് പറഞ്ഞ് ചില കാര്യങ്ങളിൽ മടുത്തിരിക്കുന്നവരോട് കർത്താവ് പറയുന്നു, ഇല്ല, നീ തുടരുക. നീ അത്ഭുതങ്ങളുമായി തിരിച്ചു വരും, നീ അടയാളങ്ങളുമായി തിരിച്ചു വരും. അവൻ വീണ്ടും മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു വാക്ക് വളരെ മനോഹരമായി ഇവിടെ കിടക്കുന്നു. ആമേൻ. മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, സ്നേഹിതൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. സ്നേഹിതൻ എഴുന്നേറ്റു. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാറ്റി സ്നേഹിതൻ എഴുന്നേറ്റു. ഹല്ലേലൂയ. ലൈറ്റ് ഇട്ടു. അവൻ കതക് തുറന്നു. ഈ ദിനങ്ങളിൽ നിനക്ക് വേണ്ടി സ്നേഹിതൻ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സ്നേഹിതൻ ചിലത് തുറക്കാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി, സ്തോത്രം, അവൻ വെളിച്ചം ഇടുവാൻ പോകുകയാണ്. അടുത്ത കാഴ്ച നമ്മൾ കാണുന്നത്, അവൻ എഴുന്നേറ്റു, കതക് തുറന്നു. ആമേൻ, ആമേൻ. 3 അപ്പം ചോദിച്ചവന് വേണ്ടുവോളം അപ്പം കൊടുത്ത് അവനെ അർദ്ധരാത്രിയിൽ സന്തോഷത്തോടെ തിരിച്ചയച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നീ ഉന്നയിക്കുന്നത് ചെറിയ ആവശ്യങ്ങളായിരിക്കാം. നീ പറയുന്നത് നിന്റെ വീട്ടിൽ വന്ന ആ വ്യക്തിക്ക് മാത്രം കൊടുക്കാൻ 3 അപ്പമായിരിക്കാം. പക്ഷേ ഈ സ്നേഹിതൻ നിനക്ക് ഒരു 3 അപ്പവുമായി തിരിച്ചു വിടത്തില്ല കേട്ടോ. നിന്റെ വീട്ടിൽ എത്ര പേരുണ്ടോ, നിന്റെ വീട്ടിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടോ, അവർക്കെല്ലാം കഴിക്കുവാനുള്ളതും നിനക്ക് തന്നേ വിടത്തുള്ളൂ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുന്ന ഒരു ദൈവത്തെ കണ്ടുമുട്ടിയതിനായി നീ സ്തോത്രം ചെയ്യുക. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ ആവശ്യത്തെക്കാൾ അധികം ദൈവത്തിൽ നിന്ന് ചിലത് നീ പ്രാപിക്കാൻ പോകുകയാണ്. നീ ചോദിച്ചതിനേക്കാൾ അധികം ദൈവം നിന്റെ കയ്യിൽ തരാൻ പോകുകയാണ്. നീ നനച്ചതിനേക്കാൾ അധികം ദൈവം നിനക്ക് തരാൻ പോകുകയാണ്. നീ മഹാസന്തോഷത്തോടെ തിരിച്ചു വരാൻ പോകുകയാണ്. ഇങ്ങനെയാണ് ദൈവം ചെയ്യുന്നത്. നിന്റെ വിഷയം മാത്രം പരിഹരിക്കുകയല്ല, നിന്റെ വീട്ടിലുള്ള വിഷയം മാത്രം പരിഹരിക്കുകയല്ല. പത്രോസിന്റെ പടകിനെ നിറച്ചപ്പോൾ അവന്റെ പടക് മാത്രമല്ല, ആ അർദ്ധരാത്രിയിൽ തന്നോടുകൂടെ ആരൊക്കെ ഒന്നുമില്ലാതെ അധ്വാനിച്ചോ അവരുടെ എല്ലാ പടകുകളെയും നിറച്ച് അയച്ച് അതേ കർത്താവ് നിന്റെ വിഷയത്തെയും നിന്റെ വീട്ടിൽ വന്നവരുടെ വിഷയത്തെയും നീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളെയും പരിഹരിക്കുന്ന ഒരു സീസണിലേക്ക് നീ എത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധൈര്യപ്പെടണം. നിങ്ങളെ ബലപ്പെടുത്താനായി സന്ദേശം. നിങ്ങളുടെ ചില സാധ്യതകളുടെ നടുവിൽ നിങ്ങൾ പുറകോട്ട് പോകരുതെന്ന് പറയാനല്ല ഈ സന്ദേശം. നിങ്ങളുടെ ചില അസാധ്യതയുടെ നടുവിൽ നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട് എന്ന് പറയാനാണ് ഈ സന്ദേശം.
നിന്റെ കയ്യിൽ ഇല്ലെങ്കിലും ആവശ്യക്കാർക്ക് അധികം കൊടുക്കാൻ നിന്നെ ദൈവം ഒരു മുഖാന്തരമാക്കുമെന്ന് കർത്താവ് പറയുന്നു. നിന്നോട് പറയുന്നു, നീ വായ്പ വാങ്ങത്തില്ല. നീ പലയിടത്ത് വായ്പ വാങ്ങിയവനാണ്, എന്നാൽ കൊടുക്കുവാൻ തക്കവണ്ണം നിന്റെ കയ്യിൽ ദൈവം അഭിവൃദ്ധികളുടെ നാളുകളും ദിനങ്ങളും നിന്റെ മുമ്പിൽ ദൈവം തുറന്നു തരും. നല്ല കർത്താവ്. വിശ്വസിക്കുക. ഈ രാത്രിയിൽ അപ്പമില്ലാത്തവന്റെ അടുക്കൽ അപ്പത്തിന് വേണ്ടി വന്നവന് അപ്പമുള്ള ഭവനത്തിൽ നിന്ന് വിശപ്പ് മാറ്റി കൊടുക്കുന്ന ഒരു സ്നേഹിതൻ. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാം, നിന്നിലൂടെ ഒത്തിരി പേർ വിടുവിക്കപ്പെടുന്നുണ്ടോ? നിന്നിലൂടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടും. നിന്റെ വീട്ടിലില്ലാത്തത് തന്നെ ഒത്തിരി പേർക്ക് കൊടുക്കാൻ ദൈവം നിന്നെ സഹായിക്കും. നിന്റെ വീട്ടിൽ അപ്പമില്ലെങ്കിൽ നീ അനേകർക്ക് അപ്പം കൊടുക്കുന്നവനാവും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ അടിവരയിട്ട് ഒരു ദൂത് പറയുന്നു. ഇന്നില്ലാത്തതൊക്കെ വിതരണം ചെയ്യാൻ ദൈവം നിന്നെ തന്നെ ഉപയോഗിക്കും. എത്ര പേർ അത് വിശ്വസിക്കും? ഇന്നില്ലാത്തതൊക്കെ വിതരണം ചെയ്യാൻ ദൈവം നിന്നെ തന്നെ ഉപയോഗിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാ പറയുന്നു, പ്രതിസന്ധികൾ മാറിയിട്ട് നീ എന്തെങ്കിലും ചെയ്യാൻ നോക്കണ്ട, നീ ഇറങ്ങ്, പ്രതിസന്ധികൾ മാറും. പഴയ നിയമത്തിലൊരു ചരിത്രം നിങ്ങൾക്കറിയാം. പഴയ നിയമത്തിലെ ചരിത്രം ഇതാണ്. ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ, ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു ദർശനം കണ്ട് ദർശനത്തിന്റെ പരിണിത ഫലമായി അത് പറഞ്ഞപ്പോൾ സഹോദരന്മാർ അവനെ വിറ്റ് മിസ്രൈമിൽ വന്ന് പൊത്തിപ്പേറിന്റെ ഭവനത്തിൽ നിന്ന് സാധാരണമായ ഒരു അപമാനമേറ്റ് അവൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഒരു ദിവസം അവൻ കാണുന്നത് തൻ്റെ കൂടെ തടവിൽ കിടക്കുന്ന രണ്ടുപേർ നിരാശയോടെ ഇരിക്കുന്നു, മുഖം മാടിയിരിക്കുന്നു. പക്ഷെ ഇവന്റെ മുഖം പാടിയിട്ടില്ല. എന്തോ അല്ലേ? അപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഇതാണ്, അവൻ ജയിലിലും സന്തോഷത്തില്ല. അതെ, കർത്താവ് നിന്റെ കൂടെ ഉണ്ടോ, നീ സന്തോഷത്തിലായിരിക്കും. അവൻ എഴുന്നേറ്റ് അവരോട് ചോദിക്കുന്നു, എന്താണ് പ്രശ്നം? അപ്പോൾ പറയുന്നു, സ്വപ്നം കണ്ടു, വ്യാഖ്യാനിച്ചു തരാൻ ആരുമില്ല. Praise the Lord. ഉടനെ യോസേഫ് പറയുന്നൊരു കാര്യം, ആ സ്വപ്നം പറ, ഞാൻ വ്യാഖ്യാനിച്ചു തരാം. എന്താ ഇതിന്റെ അർത്ഥം? യോസേഫിന് വേണമെങ്കിൽ അന്ന് പല കാര്യങ്ങൾ പറയാം. നീ സ്വപ്നം കണ്ടിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നത്? ഞാനും ഒരു സ്വപ്നം കണ്ടതാ. നിന്റെ സ്വപ്നം, ഞാനും ഒരു സ്വപ്നം കണ്ടതിൻ്റെ പരിണിത ഫലമായി അനുഭവിക്കുന്നത്. ആ സ്വപ്നം ആരോടും പറയാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് കഞ്ഞിയും കുടിച്ച് ജീവിക്കാമായിരുന്നു. പക്ഷെ ആ സ്വപ്നം ഒന്ന് പറഞ്ഞു. അത് നിമിത്തം സഹോദരന്മാർ എന്നെ പകച്ചു, പൊട്ടക്കുഴിയിൽ ഇട്ടു, വിൽക്കപ്പെട്ടു. ഞാൻ അറിയാത്ത രാജ്യത്തിലെത്തി, അവിടെയും ഞാൻ തകർക്കപ്പെട്ടു. ഞാനിന്ന് ജയിലിലായിരിക്കുക. പക്ഷേ അവൻ അതൊന്നുമല്ല പറഞ്ഞത്. ആവിധ കാര്യങ്ങളൊന്നുമല്ല ജോസഫ് പറഞ്ഞത്. നിന്റെ ദർശനം പറ, ഞാൻ വ്യാഖ്യാനിക്കാം. ഇതിൽ നിന്നൊരു സന്ദേശമാണ് നിങ്ങൾക്ക് തരുന്നതെന്ന്. ജോസഫിന്റെ നിലപാടിതാണ്, എൻ്റെ ദർശനം നടന്നില്ലെങ്കിലും ഞാൻ അനേകരുടെ ദർശനത്തെ വ്യാഖ്യാനിക്കും. എൻ്റെ സ്വപ്നങ്ങൾ നടന്നില്ല എങ്കിലും ഞാൻ അനേകരുടെ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കും. ഇന്നത്തെ ഒരു സന്ദേശം ഇതായിരുന്നു. നിന്റെ സ്വപ്നങ്ങൾ നടന്നില്ലെങ്കിലും നീ അനേകരുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നവനാണ്. അതാണ് അവന് ഒരു മടിയും കൂടാതെ, ഒരു ലജ്ജയും കൂടാതെ അവൻ ആ സ്വപ്നങ്ങളെ വ്യാഖ്യാനിച്ചു. നിന്റെ സ്വപ്നങ്ങൾ നടന്നില്ല, സാരമില്ല, പക്ഷെ അനേകരുടെ സ്വപ്നങ്ങളെ നീ പറഞ്ഞു കൊടുക്ക. കാരണം ഇതൊരു മിനിസ്ട്രിയാണ്. പ്രശ്നത്തെ പ്രശ്നമായിട്ട് കാണ്, നിന്നിൽ ഏൽപ്പിച്ച നിയോഗത്തെ നീ നിയോഗമായിട്ട് കാണ്. നിന്റെ നിയോഗത്തെ ഒരിക്കലും പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്ന് നിന്റെ ദർശനത്തെ നീ തകർക്കരുത്. ഇതിനെക്കുറിച്ചൊരു വലിയ ദൈവിക വിളിയുണ്ട്.
ജോസഫ് ആ കാരാഗ്രഹത്തിൽ കിടന്ന് തൻ്റെ സ്വപ്നം നടക്കാഞ്ഞപ്പോൾ അവൻ അനേകരുടെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ചു. ആമേൻ. നിനക്ക്, ഞാനത് വീണ്ടും ആവർത്തിക്കും, നിനക്ക് പല ഏരിയ വീക്കായിരിക്കാം, പല ഏരിയ നീ തകർന്നതായിരിക്കാം. എനിക്ക് ഈ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ അത് ചെയ്യത്തില്ല, എനിക്ക് ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ഞാൻ ആരോടും ആർക്കു വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, എനിക്ക് ഈ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് ആർക്കും വേണ്ടി ഞാൻ ഇടിവിൽ നിൽക്കത്തില്ല. നോ, നീ പ്രാർത്ഥിക്കുക, നീ ശുശ്രൂഷിക്കുക, നിന്നെ ഏൽപ്പിച്ച വേല ചെയ്യുക. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിലൂടെ തിമോഥെയോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം ഇതാണ്: നീയോ ക്രിസ്തുയേശുവിനെ നല്ല ഭടനായി എന്നോട് കൂടെ കഷ്ടം സഹിക്കുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യത്തിൽ ഇടപെടരുത്. ഒരുവൻ മല്ല് കിട്ടിയാലും ചട്ടപ്രകാരം പോരാടുന്നില്ലെങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ നിന്നെ ഏൽപ്പിച്ച യുദ്ധം അങ്ങ് ചെയ്യുക. ഒരു പടയാളി അവൻ വീട്ടിൽ അരിയുണ്ടെന്നോ സാധനമില്ലെന്നോ ഒന്നും ഓർത്ത് ഭാരപ്പെടത്തില്ല. അവനൊരു യുദ്ധത്തിലാണ്. പക്ഷേ അവൻ്റെ കാര്യങ്ങളെല്ലാം അവനെ അയച്ച ഗവൺമെൻറ് ചെയ്തു കൊടുക്കും. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിന്റെ മേൽ വന്നിരിക്കുന്ന വിളി വലുതാണ്, നിന്റെ മേലുള്ള ഭയങ്കര നിയോഗം വലുതാണ്. ആ നിയോഗത്തെ പ്രശ്നങ്ങളുടെ കൂടെ നീ ഇട്ട് തകർക്കരുത്. നീ നിന്റെ വിളിയിൽ തന്നെ ശ്രദ്ധിച്ചാൽ, നിയോഗത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ, സ്വപ്നം നീ വ്യാഖ്യാനിച്ചാൽ, ഇതിൻ്റെ അകത്തുനിന്നൊരു അത്ഭുതം നടക്കും. ആ സ്വപ്നം വ്യാഖ്യാനിച്ചവൻ കൊട്ടാരത്തിലെത്തി. അവൻ മറന്നുപോയി. പക്ഷേ രാജാവിന് വലിയൊരു ഇൻസിഡന്റ് വന്നപ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ ആരുമില്ലെന്ന് വന്നപ്പോൾ മന്ത്രവാദികൾക്കും ആ ദേശത്തിൻ്റെ വലിയ ഉദ്യോഗസ്ഥന്മാർക്കും പണ്ഡിതന്മാർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ വന്നപ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, ദർശനം വ്യാഖ്യാനിക്കാൻ, സ്വപ്നം വ്യാഖ്യാനിക്കാൻ ആർക്കും കഴിയാതിരുന്നപ്പോൾ ഈ മനുഷ്യൻ ഓർത്തു, എൻ്റെ സ്വപ്നത്തെ വ്യാഖ്യാനിച്ച ഒരു യോസേഫ്. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവിൽ അത് തന്നെ പറയുന്നു. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കാലം വരും. നിനക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന നിലയിൽ സാഹചര്യങ്ങൾ തിരിയും. ഇവിടുത്തെ മന്ത്രവാദികൾക്കും ആവിചാരകന്മാർക്കും ഇരുട്ടിന്റെ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും, ആമേൻ, സ്തോത്രം, ഭരണാധികാരികൾക്കും ജ്ഞാനികൾക്കും പണ്ഡിതന്മാർക്കും ഒന്നും പരിഹാരമില്ലാത്ത വിഷയങ്ങൾ ദേശങ്ങളുടെ മേൽ, അധികാരങ്ങളുടെ മേൽ, രാജ്യങ്ങളുടെ മേൽ വരുമ്പോൾ അതിൻ്റെ പരിഹാരം യോസേഫേ നിന്റെ കയ്യിലാണ്, നിന്റെ ദർശനത്തിൻ്റെ മേലാണ്, നിന്റെ മേലുള്ള വിളിയുടെ മേലാണ്. എത്ര പേർ ഇന്ന് ഈ വചനത്തിന് മുമ്പിൽ ഒരു ആമേൻ പറയും? യെസ് ലോർഡ്. എല്ലാത്തിൻ്റെ കൂടെ നീയും ഒരു ഭാഗം ചേർന്ന് തുടരുവാൻ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആർക്കും പ്രവർത്തിക്കാത്ത നിലകളിൽ നിന്റെ ലൈഫിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. ഒരു രാജ്യം മുഴുവൻ നോക്കിയിട്ട് ഒന്നും കഴിയാതിരുന്നപ്പം അവിടേക്ക് യോസേഫിനെ വിളിക്കുകയാണ്. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, നീ ചെയ്യേണ്ട കാര്യം ഒരു മന്ത്രവാദികൾക്കും ഒരാവിചാരകന്മാർക്കും ഒരു അധികാരികൾക്കും ചെയ്യാൻ പറ്റത്തില്ല. അതേ നിലയിലുള്ളൊരു വിളിയാണ് നിന്റെ തലമേൽ വെച്ചിരിക്കുന്നത്. നിനക്ക് പകരം ആരും ഇല്ല. നിനക്ക് പകരം ദൈവം നിന്നെ തന്നെയാണ് കണ്ടിരിക്കുന്നത്. നിനക്കുള്ള പൊസിഷൻ സേഫാണ്. നിനക്കുള്ള ആ കസേര ഉറപ്പാണ്. കാരണം നിനക്കായി ദൈവം വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിൽ ഉറപ്പിച്ചു പറയുന്നു, ദർശനം നടക്കാത്തപ്പോഴും ദർശനത്തെ വ്യാഖ്യാനിച്ച ആ ജോസഫിനെ പോലെ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇന്നും നിൽക്കുമ്പോഴും, പ്രതിസന്ധികൾ ഇന്നും നിൽക്കുമ്പോഴും നിന്റെ അടുക്കൽ ഒരു വ്യക്തി കരഞ്ഞു വന്നാൽ അവനുവേണ്ടി നീ പ്രാർത്ഥിക്കണം. അവന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ദൂത് വരും, വഴികൾ തുറക്കും. അവൻ കാരാഗ്രഹത്തിൽ നിന്ന് കൊട്ടാരത്തിലെത്തും. ഞാൻ പരിശുദ്ധാത്മാവ് പറയാം, നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ കിടന്ന് നീ പ്രാർത്ഥിക്കുമ്പോൾ അനേകർ നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച് ഉന്നതങ്ങളിലേക്ക് എത്താൻ പോവാ. അനേകരുടെ ഉയർച്ചയ്ക്ക് നീ ഒരു കാരണമാകും. അനേകരുടെ വഴിവെട്ടാൻ ദൈവം നിന്നെ ഒരു മുഖാന്തരമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാനൊരു ഒറ്റ കാര്യം കൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പലരെ കുറിച്ച് പറഞ്ഞു, എന്നാൽ അതിപ്രധാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം.
പ്രതിസന്ധികളുടെ നടുവിലും നിയോഗം നിവർത്തിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയണമെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. കാൽവറിയുടെ ക്രൂശിൽ, കൊലമരത്തിൽ, 3 ആണികളിൽ, 2 കള്ളന്മാരുടെ നടുവിൽ തൂങ്ങിക്കിടക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വളരെ ക്ഷീണിതനാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല. ഉറക്കക്ഷീണവും ഭക്ഷണവും, അതിൻ്റെ പുറകെ റോമൻ ഗവൺമെന്റിൽ നിന്ന് ലഭിച്ച തിക്തമായ അനുഭവങ്ങളും അപമാനങ്ങളും, ഇസ്രായേൽ ജനത്തിൽ നിന്ന് ലഭിച്ച, അധികാരികളിൽ നിന്ന് ലഭിച്ച ഏറ്റവും തകർച്ചയേറിയ അനുഭവങ്ങളും, ഒന്നുകുറയെ 40 അടികൾ കൊണ്ട് ശരീരം മുഴുവനും തകർന്നു കിടക്കുന്ന യേശു. അവന്റെ ശരീരത്തിൽ എത്ര മുറിവുണ്ടെന്ന് ആരോ പറഞ്ഞ് 5 മുറിവാണെന്ന്. അങ്ങനെയൊന്നുമല്ല. ആത്മകണ്ണാൽ ഒരാൾ എണ്ണി നോക്കി 1, 2, 3, 4, 1000, 10,000, ലക്ഷം, കോടി കണക്കുകൾ ഒക്കാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉഴവുചാലുകൾ കീറുന്നത് പോലെ അവൻ്റെ പുറം കീറപ്പെട്ടു. അത്രയും മാംസമിറ്റിറ്റ് വീഴുന്ന, തലമേലടിച്ചിരിക്കുന്ന മുൾക്കിരീടങ്ങളിൽ നിന്ന് രക്തം ഇറങ്ങി വരുമ്പോൾ വിയർപ്പും രക്തവും കണ്ണുനീരും ഇടകലർന്ന് ഒഴുകി, അതിൻ്റെ കൂടെ ജനം തുപ്പിയ തുപ്പലും എല്ലാം ഇടകലർന്ന് തൻ്റെ മുഖത്തൂടെ ഒഴുകുമ്പോൾ, തൻ്റെ ചുറ്റും കാക്കകൾ തൻ്റെ മാംസം കൊത്തിപ്പറിക്കാൻ കാറി നടക്കുമ്പോൾ, അങ്ങനെ ഭയാനകമായ, ലോകത്തിൽ ഇതുപോലൊരു ഭയാനകമായ അനുഭവമില്ല. ഒരു മനുഷ്യനെ ഇതുപോലെ പിച്ചി ചിന്തി ജസ്റ്റ് ജീവൻ മാത്രമായി ക്രൂശിൽ കിടക്കുമ്പോൾ, ഇങ്ങനെ വേദന സഹിക്കുമ്പോൾ മറു സൈഡിൽ ഒരു ശബ്ദം, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമേ. ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് യേശു പതിയെ തൻ്റെ പറ്റുന്നത്തോളം ചെവി തിരിച്ച്, മുഖം തിരിച്ച് ആ സൈഡിലേക്ക് നോക്കി പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പർദീസയിലിരിക്കും. ഹല്ലേലൂയ, ആമേൻ. ഇത്രയും വേദന സഹിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും എൻ്റെ യേശു തൻ്റെ കയ്യിലെ മുറിവോ കാലിലെ മുറിവോ വേദനയൊന്നുമല്ല, ഒരു വിടുതലിന് വേണ്ടി, ഒരു രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ കിടക്കുന്ന ഒരു കള്ളൻ നിലവിളിക്കുമ്പോൾ അവൻ്റെ പ്രാർത്ഥനയ്ക്കും മറുപടി കൊടുത്ത് അവനെ അന്ന് പർദീസിലേക്ക് വിളിച്ച, ക്ഷണിച്ച എൻ്റെ യേശു. കണ്ണുകളിൽ രക്തവും തുപ്പലുമൊക്കെ ഇങ്ങനെ വീണ് കിടക്കുമ്പോൾ, കണ്ണൊക്കെ ഇങ്ങനെ ബ്ലൈൻഡാ നോക്കുമ്പോൾ, പക്ഷെ അങ്ങനെ ആ രക്തവും ഇതിൻ്റെ ഇടയിലും കണ്ണു തുറക്കുമ്പോൾ ദേ ദൂരത്ത് ഒരനാഥയായി നിൽക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. അവന് മനസ്സിലായി, ഇതെൻ്റെ അമ്മ മറിയ. നെഞ്ചുപൊട്ടിയാ നിൽക്കുന്നേ. കാരണം ഒരു ജീവിതം മുഴുവനും ആ സഹോദരി അപമാനിക്കപ്പെട്ടതും ഒറ്റപ്പെട്ടതും തകർക്കപ്പെട്ടതും, സ്തോത്രം, തൻ്റെ ജീവിതം ഉരിഞ്ഞു വെച്ചതും ഈ പുത്രന് വേണ്ടിയാ. ആമേൻ. എന്നാൽ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ സ്തോത്രം, ആ കുഞ്ഞ് പിടഞ്ഞു മരിക്കുക. മറ്റു കുഞ്ഞുങ്ങളുണ്ട്, പക്ഷേ തനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സ്ത്രീയെയും അതിൻ്റെ ഇടയിൽ വിളിച്ചു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ.
Praise God. എത്ര നല്ല കർത്താവാണ് ഈ കർത്താവ്. താൻ ക്രൂശിൽ കിടക്കുമ്പോഴും അവിടെയും നിലവിളിക്കുന്ന ഒരുവന്റെ നിലവിളി പരിഹരിക്കുന്നു. കരയുന്ന ഒരമ്മയെ, അനാഥയായി പോകുന്ന ഒരു അമ്മയെ ചേർത്ത് പിടിക്കാൻ ഒരു വ്യക്തിയെ കാണിക്കുന്നു. അതിവിടെ തന്നെ ആ സ്ഥലത്ത് മറ്റൊരു വ്യക്തിയെയും കണ്ടു. കൂടെയുള്ളവരെല്ലാം ഓടിപ്പോയിട്ടും, കൂടെയുള്ളവരെല്ലാം ഇട്ടിട്ട് പോയിട്ടും, തള്ളിപ്പറഞ്ഞു, ഒറ്റിക്കൊടുത്തു, അവരെല്ലാം പോയിട്ടും ദേ ഒരുവൻ ക്രൂശിന്റെ ചുവട്ടിലും നിൽക്കുന്നു. അവസാന നിമിഷം വരെയും അടുത്ത് നിൽക്കുന്നു. യേശുവേ, നിന്റെ രക്തം നിലത്ത് വീഴരുത്, അത് എൻ്റെ മേൽ വീഴട്ടെ എന്ന് പറഞ്ഞ് ക്രൂശിന്റെ ചുവട്ടിൽ ഒരുത്തൻ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് തൻ്റെ നെഞ്ചിൽ ചാരിയ യോഹന്നാനാണ്. ആ യോഹന്നാനെ വിളിച്ചു. യോഹന്നാനെ, എന്നെ ഏറ്റവും ചിന്തിച്ച വിഷയം ഇതാണ്. ഈ വേദനയുടെ നടുവിൽ അവൻ്റെ പേര് മറന്നില്ല. യോഹന്നാനെ, അതെ, നിന്റെ പേര് അവൻ മറന്നിട്ടില്ല കേട്ടോ. ഇത്രയും വേദനയുടെ നടുവിലും, ഇത്രയും സഹനത്തിന്റെ നടുവിലും യോഹന്നാനെ പേര് ചൊല്ലി വിളിച്ചെങ്കിൽ നിന്റെ പേരവൻ മറക്കത്തില്ല. യോഹന്നാനെ, ഇതാ നിന്റെ അമ്മ. അമ്മയെ പരിചയപ്പെടുത്തി. സ്തോത്രം. ആ ക്രൂശിൽ ഒരുവനെ രക്ഷിച്ചു. ആ ക്രൂശിൽ അനാഥത്വം മാറ്റി. ആ ക്രൂശിൽ തൻ്റെ സ്നേഹിതനെ പേർ ചൊല്ലി വിളിച്ചു. ശിഷ്യനെ ചെയ്യേണ്ടത് മുഴുവൻ ചെയ്ത് പൂർത്തീകരിച്ചിട്ടാണ് സകലവും നിവർത്തിയായി പിതാവേ, എൻ്റെ പ്രാണനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് സ്വന്തം തോളിൽ തല ചായ്ച്ചത്. അതെ, എനിക്ക് മനസ്സിലാകുന്നു ഈ സന്ദേശം നിന്നോടുള്ള സന്ദേശമാണ്. എനിക്ക് മനസ്സിലാകുന്നു ഈ വചനം നീ കേട്ടത് നിനക്ക് വേണ്ടി മാത്രമാണ്. ചില പ്രശ്നങ്ങൾ നിമിത്തം, ചില പ്രതിസന്ധികൾ നിമിത്തം, ചില പ്രതികൂലങ്ങൾ നിമിത്തം നീ ദൈവരാജ്യത്തിൽ നിന്നും ദൈവവേലയിൽ നിന്നൊക്കെ മാറി നിൽക്കുകയാണെങ്കിൽ, നിന്റെ ഒരു പ്രാർത്ഥന വിഷയം നടന്നില്ലെന്നോർത്തോ, നീ 10 ദിവസം ഉപവസിച്ചതുകൊണ്ട് നിന്റെ പ്രാർത്ഥനയ്ക്ക് പരിഹാരം കിട്ടിയില്ലെന്നോർത്തോ, നീ 1 വർഷവും 2 വർഷവും കർത്താവിനെ അനുഗമിച്ചതുകൊണ്ടൊന്നും നടന്നില്ലെന്നോർത്തോ, ഇനി പ്രാർത്ഥിക്കുന്നില്ലെന്നും ആരാധിക്കുന്നില്ലെന്നും ആലയത്തിൽ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് നീ ദൈവത്തോടൊരു യുദ്ധത്തിലാണെങ്കിൽ ഇന്നത് തിരുത്തുക. നീ മുമ്പോട്ട് ചുവട് വെക്കുക. നീ പരാജയപ്പെടത്തില്ല. കടങ്ങൾ മാറും. ഒരു കാര്യം ഉറപ്പാണ്, പൂർത്തീകരിക്കും. യേശു പറഞ്ഞത് തന്നെ സംഭവിക്കും. സകലതും നിവർത്തിയായി, സകലതും നിവർത്തിയായി. നിന്റെ ഈ ജന്മം അത്ഭുതമാകാൻ പോവുകയാണ്, അതിശയമാകാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനത്തിന്റെ കേൾവി അസാധാരണ അത്ഭുതങ്ങൾ നിങ്ങളുടെ മേൽ സൃഷ്ടിച്ചു എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ദൈവം ചെയ്തു കഴിഞ്ഞു. കർത്താവ് ഇന്ന് നിങ്ങളോട് ഓരോരുത്തരെ നോക്കി പ്രവചിച്ചു പറയുന്നു, സഹോദരി, നീ മുമ്പോട്ട് പൊക്കോ. ചില പ്രാർത്ഥനകളുടെ മറുപടികൾ ലഭിച്ചില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. വഴികൾ തുറന്നില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. വാതിലുകൾ തുറന്നില്ലെന്നോർത്ത് നീ ഭാരപ്പെടണ്ട. നീ മുമ്പോട്ട് പൊക്കോ. ഞാൻ നിന്നോട് പറയുന്നു, കൂട്ടുകാരിൽ പരമായി നിന്റെ തല ഉയർന്നിരിക്കും. നിന്റെ ഇന്നത്തെ എല്ലാ ചോദ്യങ്ങളും ഉത്തരമായിരിക്കും. നിന്റെ ഇന്നത്തെ എല്ലാ പ്രാർത്ഥനകളും നാളത്തെ ആരാധന വിഷയമായിരിക്കും. നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. നീ കണ്ണുകൾ നിറഞ്ഞ്, ഹൃദയം നിറഞ്ഞ്, മനസ്സ് നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് സന്തോഷത്താൽ നിറഞ്ഞ് നിന്റെ ജീവിതം നയിക്കാൻ ദൈവം നിന്നെ സഹായിക്കും. യേശുവേ, ഈ വചനം കേട്ട നിന്റെ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. പ്രതിസന്ധികൾ അവരെ തകർക്കരുത്. മുൻപോട്ട് പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ചിലയിടത്ത് സ്റ്റക്കായി അവരുടെ സമയം തീരരുതേ. വിതയം കഴിഞ്ഞ്, കൊയ്ത്തും കഴിഞ്ഞു, ഞാനോ രക്ഷിക്കപ്പെട്ടില്ല എന്ന് പറയാൻ അവരെ അനുവദിക്കരുതേ. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇന്ന് തന്നെ ദൈവത്തിന് വേണ്ടി നിൽക്കാൻ, ഇന്ന് തന്നെ ദൈവത്തിന് വേണ്ടി ഇറങ്ങാൻ, ഇന്ന് തന്നെ ദൈവരാജ്യത്തിന് വേണ്ടി ചുവട് വെക്കാൻ, സ്നാനത്തിലേക്ക് നയിക്കപ്പെടാൻ. ഓ
ശുശ്രൂഷകളിലേക്ക് നയിക്കപ്പെടാൻ, ആമേൻ ആമേൻ, യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഈ ജനത്തെ ഞാൻ വേർതിരിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ യേശുവിൻ്റെ രക്തത്താൽ മുദ്ര ചെയ്യുന്നു. ഈ വചനം കേൾക്കുന്ന ഈ കുടുംബത്തെ അവരുടെ ദേശത്തിലും അവിടെ ചർച്ചക്കാരുടെ ഇടയിൽ അവരെ ദൈവ പദ്ധതിക്കായി ഞാൻ അവരെ ഉയർത്തി പ്രാർത്ഥിക്കുന്നു, അവരെ അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യണം. ഞങ്ങളുടെ മീറ്റിങ്ങുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കൂട്ടായ്മകൾ കൂടുവാൻ ആഗ്രഹിക്കുന്നവർ ഈ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. God bless you. Amen.